തുടങ്ങട്ടെ ടീച്ചർ? Yes, you can start, Adira. The topic Adira is going to take is on micro teaching definition and introduction part. So we welcome you, Adira, for the session. Okay, thank you, teacher. Good morning, on and all. My topic is micro teaching, its definition and principle. So let us begin. ഓക്കെ, മൈക്രോ ടീച്ചിങ് എന്തുവാണ് മൈക്രോ ടീച്ചിങ് എന്ന് നമ്മൾ എല്ലാവരും ഏതെങ്കിലും ഒരു സ്കില്ലെങ്കിലും എല്ലാവരും ചെയ്തതാണ്. മൈക്രോ ടീച്ചിങ്ങിന്റെ പ്രാക്ടിക്കൽ സെക്ഷൻ കഴിഞ്ഞതാണ്. സോ ഇനി അതിന്റെ തിയറി പാർട്ട് എന്താന്ന് നോക്കാം. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഇന്ന് എന്തുവാണ് മൈക്രോ ടീച്ചിങ്, അതിന്റെ ഡെഫിനിഷൻ എന്താണ്, പ്രിൻസിപ്പിൾ എത്രയാണെന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, micro teaching it is a scientific technique to make the teacher education program scientific in approach. അതായത് നമ്മുടെ ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം സയന്റിഫിക് അപ്രോച്ചിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സയന്റിഫിക് മെത്തേഡിലൂടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു സയന്റിഫിക് ടെക്നിക്കാണ് എന്താന്ന് പറയുന്നത് ഈ മൈക്രോ ടീച്ചിങ് എന്ന് പറയുന്നത്. നമുക്കറിയാം, സാധാ ഈ പേരിൽ നിന്ന് തന്നെ മൈക്രോ ടീച്ചിങ് എന്ന് പറയുന്ന പേരിൽ നിന്ന് തന്നെ നമുക്കറിയാം ടീച്ചിങ് ഇൻ എ മൈക്രോ ലെവൽ. സാധാ നോർമൽ ക്ലാസിന്റെ ലെവലിൽ നിന്നും എന്തുവാണ് ടൈം റെഡ്യൂസ് ചെയ്ത് അതുപോലെ കുട്ടികളുടെ എണ്ണം കുറച്ചുകൊണ്ട് ഒരു സ്കെയിൽ ഡൗൺ ടെക്നിക്കിലൂടെ നടക്കുന്ന ഒരു പ്രോസസ്സാണ് മൈക്രോ ടീച്ചിങ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് എ സ്കെയിൽഡ് ഡൗൺ ടീച്ചിങ് എൻകൗണ്ടർ where the complexities of the real classroom situations have been reduced to the bare minimum with the level of feedback is greatly enhanced. അപ്പോൾ പറഞ്ഞു എന്തുവാണ് ഒരു സ്കെയിൽ ഡൗൺ ടെക്നിക്കാണ്. അവിടെ നമ്മുടെ റിയൽ ക്ലാസ് റൂം സിറ്റുവേഷന്റെ കോംപ്ലക്സിറ്റീസ് എല്ലാം മാക്സിമം കുറച്ചുകൊണ്ട് എന്തുവാണ് ഫീഡ്ബാക്കിലൂടെ നമ്മൾ എൻഹാൻസ് ചെയ്യുന്ന ഒരു സ്കെയിൽ ഡൗൺ ടീച്ചിങ് പ്രോസസ് അല്ലെങ്കിൽ മെത്തേഡാണ് നമ്മുടെ മൈക്രോ ടീച്ചിങ് എന്ന് പറയുന്നത്. ഇതിന്റെ ബേസിക് എലമെന്റ്സ് നമുക്കറിയാം ആരൊക്കെയാണ്. ടീച്ചേഴ്സ്, മൈക്രോ ക്ലാസ് എന്ന് പറയുമ്പോഴത്തേക്കും 4 or 5 ഉള്ള സ്റ്റുഡൻസ് ഉള്ള ഒരു ക്ലാസ് ആണ് മൈക്രോ ക്ലാസ്. ആൻഡ് എ ഡിറ്റർമിൻഡ് ഒബ്ജക്റ്റീവ് ഓഫ് മൈക്രോ ലെസൺ, നേരത്തെ പ്ലാൻ ചെയ്ത ഒരു മൈക്രോ ലെസൺ ഉണ്ടാകും. Then enables quantitative and qualitative analysis of the recorded behavior. നമുക്കറിയാം മൈക്രോ ടീച്ചിങ് സമയത്ത് നമ്മൾ നമ്മുടെ വീഡിയോ ആയിട്ടോ ഓഡിയോ ആയിട്ടോ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, റെക്കോർഡ് ചെയ്യുന്നുണ്ട്. സോ ആ റെക്കോർഡിംഗ് വഴി നമുക്ക് തന്നെ നമ്മുടെ വിലയിരുത്താൻ പറ്റും. ക്വാളിറ്റേറ്റീവ് ആസ് വെൽ ആസ് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസിന് ഈ മൈക്രോ ടീച്ചിങ് സഹായിക്കുന്നുണ്ട്. സോ ഇതാണ് ജനറൽ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഇനി 2-3 തിങ്കേഴ്സ് പറഞ്ഞ ഡെഫിനിഷൻ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. സോ first of all, according to Alan D.W. in 1966, he states that micro teaching is a scaled down teaching encounter in class size and class time. അതായത് നമ്മൾ all normal ക്ലാസ്സിന്റെ സൈസ് ടൈമും റെഡ്യൂസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ പറയുന്നത്. ഇനി according to Bush R.N. in 1968, according to Bush, micro teaching is a teacher education technique which allows teachers to apply clearly defined teaching skills to carefully prepared lessons in a planned series of 5 to 10 minutes encounter with a small group of real students, often with an opportunity to observe the result on video tab. സോ എന്താണ് നമ്മുടെ മൈക്രോ ടീച്ചിങ് എന്ന് പറയുന്ന ഒരു ടീച്ചർ എഡ്യൂക്കേഷൻ ടെക്നിക്കാണ്. അവിടെ നമ്മുടെ ടീച്ചറിന് ഒരു ക്ലിയർ ആയിട്ടൊരു ആദ്യമേ നമ്മുടെ ട്രെയിനി എന്ത് ചെയ്യുന്നു, ക്ലിയർ ആയിട്ട് ഒരു ലെസൺ പ്രിപ്പയർ ചെയ്യുന്നു. ആ ലെസൺ പ്ലാൻ പ്രകാരം 5 to 10 minutes ഒരു സ്മോൾ ഗ്രൂപ്പ് ഓഫ് റിയൽ സ്റ്റുഡൻസിന് ക്ലാസ് എടുക്കുന്നു. ആൻഡ് ആൾസോ he or she can analyze through a video tab. Then next, according to Alan D.W. and Eve in 1968, he suggested that micro teaching is defined as a system of controlled practice that makes it possible to concentrate on specified teaching behavior and to practice teaching under controlled conditions. So it is a system of controlled practice that makes it possible to concentrate a specific teaching behavior. ഈ സ്കിൽസിനെല്ലാം എല്ലാ സ്കിൽസും ഒരുമിച്ചല്ല എടുക്കുന്നത്. ഇതിലൊരു സ്പെസിഫിക് ടീച്ചിങ് ബിഹേവിയറിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഒരു കൺട്രോൾഡ് പ്രാക്ടീസ് ഓഫ് ടീച്ചിങ് ആണ് എന്തെന്ന് പറയുന്നത് മൈക്രോ ടീച്ചിങ് എന്ന് പറയുന്നത്. സോ ഇതാണ് 2-3 തിങ്കേഴ്സിന്റെ എന്തെന്ന് പറയുന്നത് ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് പോകാം. പ്രിൻസിപ്പിൾസ് ഓഫ് മൈക്രോ ടീച്ചിങ്. So micro teaching is a developing technique of practice of teaching of teachers on the basis of learning theories. അതായത് ലേണിംഗ് തിയറിയുടെ അടിസ്ഥാനത്തിൽ ടീച്ചേഴ്സിന് ടെക്നിക്കാണ് എന്തെന്ന് പറയുന്നത് മൈക്രോ ടീച്ചിങ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ഡെവലപ്പിംഗ് ടെക്നിക് ഓഫ് പ്രാക്ടീസ് ഓഫ് ടീച്ചിങ് ഓഫ് ടീച്ചേഴ്സ്.
ടീച്ചേഴ്സിന്റെ ടീച്ചിങ് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു ഡെവലപ്പിംഗ് ടെക്നിക്കാണ് ഓൺ ദ ബേസിസ് ഓഫ് ലേണിംഗ് തിയറീസ്. സോ ബേസ്ഡ് psychological concept, the basic principal concept അനുസരിച്ച് നമുക്ക് മൈക്രോ ടീച്ചിങ്ങിന് താഴെ പറയുന്ന പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, capabilities of the learner must be considered when a decision of what to teach is made. അതായത് ഇവിടെ ലേണർ എന്ന് ഉദ്ദേശിക്കുന്നത് ട്രെയിനി അല്ലെങ്കിൽ എന്താണ് സ്റ്റുഡന്റ് ടീച്ചറാണ്. അപ്പോൾ ഈ സ്റ്റുഡന്റ് ടീച്ചറിന് ഒരു അവസരം കൊടുക്കുന്നുണ്ട്. അതായത് നമ്മളൊരു മൈക്രോ ടീച്ചിങ് തുടങ്ങുന്നതിന് മുന്നേ ഒരു ലെസൺ കണ്ടന്റ് അവരുടെ കമ്പിറ്റൻസി അനുസരിച്ച് അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു ലെസൺ കണ്ടന്റ് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റിയിലൂടെ എന്ത് ചെയ്യുന്നു, capability of the learner must be considered when a decision of what to teach is made. എന്താണ് പഠിപ്പിക്കേണ്ടത് എന്ന് ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമ്മുടെ സ്റ്റുഡന്റ് ടീച്ചറിന് കൊടുക്കുന്നുണ്ട്. അതിലൂടെ സബ്ജക്ട് കോമ്പിറ്റൻസി ഉള്ള ടോപ്പിക്ക് ടീച്ചറിന് എടുക്കുകയും സോ അതിലൂടെ എന്ത് ചെയ്യുന്നു, കോൺഫിഡൻസ് കൂട്ടാനുള്ള ഒരു കോൺഫിഡൻസും കൂടുന്നുണ്ട്. അതാണ് സെക്കൻഡ് പോയിന്റ്. ദ ലേണർ മസ്റ്റ് ബി മോട്ടിവേറ്റഡ് ഇൻട്രിൻസിക്കലി. അപ്പൊ തന്റെ കമ്പിറ്റൻസിക്ക് അനുസരിച്ചുള്ള ഒരു ടോപ്പിക് എടുക്കുമ്പോഴത്തേക്കും സ്വയം അയാൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു മോട്ടിവേഷനും കിട്ടുന്നുണ്ട്. Then third point, goals are to be realistically set. That is, in the micro teaching setting, the attempt is made to modify മാറ്റാൻ കഴിയുന്ന modifiable behavior-ലേക്ക് എന്ത് ചെയ്യുന്നു, ചേഞ്ച് ചെയ്യാനുള്ള ഒരു അറ്റംപ്റ്റും ഈ മൈക്രോ ടീച്ചിങ്ങും കൂടെ സഹായിക്കുന്നുണ്ട്. Then only one element of the modifiable behavior is to be worked on at a time. നേരത്തെ പറഞ്ഞായിരുന്നു എന്തുവാണ്, നമുക്ക് ഒരുപാട് സ്കിൽസ് ഉണ്ട് ടീച്ചിങ്ങിൽ. ഈ എല്ലാ സ്കിൽസും കൂടെ ഒന്നിച്ചല്ല. ഒരു മൈക്രോ ടീച്ചിങ്ങിൽ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഒരു സ്കിൽ മാത്രമായിരിക്കും ഒരു സമയത്ത് പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഒരു സ്കില്ല് ഒരു സമയത്ത് പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്കും അതിൽ മാസ്റ്ററി അച്ചീവ് ചെയ്തതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, അടുത്തൊരു സ്കില്ലിലേക്ക് കുട്ടി അല്ലെങ്കിൽ ട്രെയിനി കടക്കുന്നുള്ളൂ. Then next one, active participation by the student substantially. That is, ഒരു മൈക്രോ ടീച്ചിങ് സെഷനകത്ത് ട്രെയിനി എന്ത് ചെയ്യണം, ആക്റ്റീവ്ലി എൻഗേജ് ചെയ്താൽ മാത്രമേ അയാൾക്ക് പെർഫെക്റ്റ് ആക്കാനുള്ള സ്കിൽ എന്ത് ചെയ്യാവുള്ളൂ, പെർഫെക്റ്റ് ആവുള്ളൂ. സോ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ബൈ ദ സ്റ്റുഡന്റ്, ഹിയർ സ്റ്റുഡന്റ് എന്ന് ഉദ്ദേശിച്ചത് എന്താണ്, ട്രെയിനി ആണ്, അല്ലെങ്കിൽ സ്റ്റുഡന്റ് ടീച്ചർ മസ്റ്റ് ബി നെസസറി ടു മോഡിഫൈ ഹിസ് ബിഹേവിയർ. Then knowledge and information about one's performance through feedback help the learner. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ടീച്ചിങ്ങിലും അതുപോലെ റീടീച്ചിങ്ങിലും എന്ത് ചെയ്യുന്നുണ്ട്, വീഡിയോ കൂടെ എടുക്കുന്നുണ്ട്. വീഡിയോ അല്ലെങ്കിൽ ഓഡിയോ ഫോമിൽ റെക്കോർഡ് ചെയ്യുന്നത് കൊണ്ട് എന്ത് ചെയ്യാം, ആ പെർഫോമൻസ് അല്ലെങ്കിൽ ആ ഫീഡ്ബാക്കിലൂടെ എന്തുവാണ് അവിടുത്തെ ഫോൾട്ട് എന്നത് തിരിച്ചറിയാനായിട്ട് കഴിയുന്നുണ്ട്. സോ നോളജ് ആൻഡ് ഇൻഫർമേഷൻ അബൌട്ട് വൺസ് പെർഫോമൻസ് ത്രൂ ഫീഡ്ബാക്ക് ഹെൽപ്സ് ദ ലേണർ. Then last one, transfer is maximized due to the immediate feedback which informs the trainee of their defective practice before they become habitual. അത് തന്നെ പറയുന്നത് എന്തുവാണ്, നമ്മൾ ഫീഡ്ബാക്ക്, ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്ക്, അതായത് ടീച്ചിങ് കഴിഞ്ഞ ഉടനെ തന്നെ ഫീഡ്ബാക്ക് കൊടുക്കുമ്പോഴത്തേക്കും എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു, നമുക്കത് റീടീച്ചിങ് ആ ഒരു ഡിഫക്റ്റ് നമ്മുടെ ഹാബിറ്റ് ആവുന്നതിന് മുന്നേ തന്നെ അത് റെക്ടിഫൈ ചെയ്ത് ക്ലിയർ ചെയ്യാൻ കഴിയുന്നു. സോ ഇതൊക്കെയാണ് ബേസിക് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. എന്തുവാണ് ഇതിന്റെ ബേസിക് ഡെഫിനേഷൻ പറഞ്ഞു, രണ്ട് മൂന്ന് തിങ്കേഴ്സിന്റെ ഡെഫിനേഷൻ പറഞ്ഞു, ദെൻ പ്രിൻസിപ്പിൾസ്. ഓക്കെ, ഇത്രയാണ് എന്റെ സെക്ഷൻ. താങ്ക് യു ടീച്ചർ, താങ്ക് യു ഓൾ. I invite our participants for asking some doubts to Adira. We don't have much time. No any questions? ആതിര, ഒരു ഡൗട്ട് ഉണ്ട്. ഓക്കെ രഞ്ജു. അതായത് നമ്മൾ ഈ മൈക്രോ ടീച്ചിങ്ങില് ഒരു സ്കില്ല് മാത്രമാണ് നമ്മൾ അറ്റ് ടൈമിൽ ചെയ്യുന്ന, നമ്മൾ ഒന്നിലധികം സ്കില്ല് ചെയ്യാറില്ലേ? ഒരു സ്കില്ല് മാത്രമായിട്ട് നമുക്ക് ടീച്ച് ചെയ്യാൻ പറ്റുമോ? ഒരു സ്കില്ല് മാത്രമായിട്ട് ടീച്ച് ചെയ്യാന്ന് വെച്ചാൽ അതിലൂടെ എന്തുവാണ്, അതിൽ അക്കമ്പനി ചെയ്തുകൊണ്ട് ബാക്കി സ്കിൽസ് വരുമെങ്കിലും നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് അതായിരിക്കുമല്ലോ. ഏതെങ്കിലും ഒരു സ്കില്ല് ഫോക്കസ് ചെയ്ത്, അതായത് അപ്പോൾ ബ്ലാക്ക് ബോർഡ് റൈറ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ അതിൽ ആ ഒരു സ്പെസിഫിക് സ്കിൽ എടുക്കുമ്പോഴത്തേക്കും നമ്മൾ മാക്സിമം ഫോക്കസ് ചെയ്യുന്നത് അതിലായിരിക്കും. അതിനകത്തും ബാക്കി എന്താണ് ഡിസ്കഷനൊക്കെ വരുമെങ്കിൽ പോലും ആദ്യം മാക്സിമം കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഒരു സ്കില്ലായിരിക്കും. അതിൽ സബ് സ്കിൽസ് എന്താണ് ഓട്ടോമാറ്റിക്കലി ഉണ്ടാവുമെങ്കിൽ പോലും.
അല്ല നമ്മൾ അറ്റ് എ ടൈമിൽ ഒരു സ്കില്ല് വാല്യൂ ചെയ്യുന്നു, അതാണ് മീൻ ചെയ്യുന്നത്, അല്ലാതെ ഓക്കെ ഓക്കെ വാല്യൂ ചെയ്യുന്നത് അറ്റ് എ ടൈമിൽ ഒരു സ്കില്ലാണ്. ഓക്കെ ഓക്കെ, താങ്ക് യു. Okay, very good, Atira. Very good, Renju. Now I invite Ansi. Ansi is there? Hello, ma'am. Okay, Ansi, you can continue. Nikhil, ഒന്ന് present ചെയ്യുമോ? So now Ansi is going to take the topic of steps and cycle of micro teaching. That is the continuation of the definition and principles of micro teaching. Okay, we invite you, Ansi. Hello, am I audible? Yes, you can proceed. Thank you, ma'am. A warm good morning to one and all. Today, I'm here to present the topic, steps of micro teaching and its cycle. So, Adira have already given a brief introduction about the micro teaching. So, we'll move on to the topic. Let the slide. Micro teaching, നമ്മൾ കേട്ടു. അതായത് it is actually a program organized to expose the trainees to an organized curriculum of miniature teaching encounters, moving from less complex to the more complex. So, അതിന് നേരത്തെ ഡിസ്കസ് ചെയ്തതാണ് എന്താണ് മൈക്രോ ടീച്ചിങ്, നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു നമ്മുടെ ക്ലാസ്സസിലൊക്കെ. അതായത് ഇറ്റ് ഇസ് ആക്ച്വലി ഒരു വേ ആണ്, അതായത് നമ്മൾ ട്രെയിനീസിനൊക്കെ ഒന്ന് എക്സ്പോസ് ചെയ്യുക. അതായത് ഒരു കരിക്കുലത്തിന്റെ ഭാഗമായി മിനിയേച്ചർ ടീച്ചിങ് നമ്മൾ പറഞ്ഞു 10 മിനിറ്റ്സ് ആണ്, 5 to 10 മിനിറ്റ്സ് ആണ് നമ്മൾ ടീച്ചിങ്ങിന് എടുക്കുന്നത്. അപ്പോൾ അതൊരു മിനിയേച്ചർ ടീച്ചിങ് ആണ്. നമ്മളൊരു 40 മിനിറ്റ് ക്ലാസ്സിന് എടുക്കുന്നതിന് മുമ്പേ നമ്മൾ ഓരോ സ്കില്ലും ഒരു സ്കില്ലാണ് ഇവിടെ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പല സ്കില്ല് ഇതുപോലെ ഡെവലപ്പ് ചെയ്തിട്ടാണ് നമ്മൾ വിൽ ബി ആക്ച്വലി ഗോയിങ് ഫോർ എ 40 മിനിറ്റ് ഓർ 45 മിനിറ്റ് ക്ലാസ് ടീച്ചിങ്. So next slide, please. So in this picture, we can understand after taking a micro teaching class, we'll be going to the original class with all the acquired skills. Next slide. Now let's move on to the topic, that is the different steps of micro teaching. And in this cycle, in this picture, we can understand different steps involved in the micro teaching, and we'll be discussing it in particular. Nikhil, next slide. First one എന്ന് പറയുന്നത് ഓറിയന്റേഷൻ ആണ്. അതായത് ബിഗിനിങ്ങിൽ തന്നെ in the beginning necessary theoretical background is given about micro teaching regarding its various aspects, that is concept, procedure, advantage, limitation of micro teaching. അതായത് ആദ്യം ഓൾറെഡി നമ്മൾ തിയററ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് എല്ലാം പറഞ്ഞു കഴിഞ്ഞു. അതായത് അതിന്റെ ആ മൈക്രോ ടീച്ചിങ്ങിന്റെ കോൺസെപ്റ്റ് അല്ലെങ്കിൽ അതിന്റെ പ്രൊസീജിയർ എങ്ങനെയാണ് ചെയ്യുന്നത്, അതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ അതുകൊണ്ടിട്ടുള്ള ഡിസഡ്വാൻറ്റേജ്. ഒരു അഡ്വാൻറ്റേജ് പറയുകയാണെങ്കിൽ ഇറ്റ് ഇസ് ആക്ച്വലി എ എഫക്റ്റീവ് ഫീഡ്ബാക്ക് ഡിവൈസ് ഫോർ ദ മോഡിഫിക്കേഷൻ ഓഫ് ടീച്ചേഴ്സ് ബിഹേവിയർ. ഒരു ടീച്ചർ വന്ന് ക്ലാസ് എടുക്കുമ്പോഴായിരിക്കും ആ ടീച്ചറിന്റെ പലതരത്തിലുള്ള ബിഹേവിയർ അല്ലെങ്കിൽ ദ വേ ഓഫ് പ്രസന്റേഷൻ ഒക്കെ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പം നമുക്ക് ആ ഒരു വേ ഓഫ് പ്രസന്റേഷനിൽ എത്രത്തോളം മാറ്റങ്ങൾ വരുത്താം അല്ലെങ്കിൽ എത്രത്തോളം കറക്റ്റ് ആയിട്ടുള്ളത് എത്രത്തോളം ഉണ്ടെന്നൊക്കെ നമുക്ക് ആ ഒരു മൈക്രോ ടീച്ചിങ്ങിലൂടെ മനസ്സിലാക്കാൻ പറ്റും. ആ മൈക്രോ ടീച്ചിങ്ങിലൂടെ നമുക്കൊരു കറക്റ്റ് ഫീഡ്ബാക്ക് ആണ് നമുക്ക് കിട്ടുന്നത്. Also, it is highly individualized type to teacher training. It is actually specified to a particular individual. അതുകൊണ്ട് തന്നെ ഓരോ ഇൻഡിവിജ്വലിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് മൈക്രോ ടീച്ചിങ് ചെയ്യാൻ പറ്റും. വൺ ഓഫ് ദ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് only one trainee is trained at a time and it is time consuming. ഒരു ട്രെയിനി ആയിരിക്കും ഒരു സമയം ട്രെയിൻ ചെയ്യുന്ന. ഓൾസോ ഇറ്റ് ഇസ് എ ടൈം കൺസ്യൂമിങ് പ്രോസസ്. പിന്നെ ഇറ്റ് പ്രസൻസ് എ ഫ്രാഗ്മെന്റഡ് വ്യൂ ഓഫ് ടീച്ചിങ്. അതായത് നമ്മൾ ഒരു സ്കിൽ എടുക്കുമ്പോൾ ആ ഒരു സ്കില്ല് ആ മാസ്റ്ററി അറ്റൈൻ ചെയ്തിട്ടായിരിക്കുമല്ലോ നമ്മൾ പല സ്കില്ലിന്റെ മാസ്റ്ററി അറ്റൈൻ ചെയ്തിട്ടായിരിക്കും നമ്മൾ ലേറ്റർ നമ്മൾ ഒരു 40 അല്ലെങ്കിൽ 45 മിനിറ്റ് ക്ലാസ് എടുക്കാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ it actually only shows a fragmented view of teaching. Also the requirements and settings adopted for micro teaching session is also discussed. എന്തൊക്കെ requirements അല്ലെങ്കിൽ എന്തൊക്കെ സെറ്റിംഗ്സ് ആണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നതെന്നും ആ മൈക്രോ ടീച്ചിങ് ടെക്നിക്കിൽ അഡോപ്റ്റ് ചെയ്യുന്നതെന്നും നമ്മൾ ഡിസ്കസ് ചെയ്യും ഈ ഓറിയന്റേഷന്റെ സമയത്ത്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത്
ഡിസ്കഷൻ ആൻഡ് സെലക്ഷൻ ഓഫ് ടീച്ചിങ് സ്കിൽ. നമ്മൾ ഓറിയന്റേഷൻ കിട്ടിക്കഴിഞ്ഞു, നമ്മൾ ഏകദേശം ഒരു ഐഡിയ കിട്ടി എങ്ങനെയാണ് എന്തൊക്കെയാണ് ചെയ്യുന്നത് അതിനെക്കുറിച്ച് ഏകദേശം ഐഡിയ കിട്ടിക്കഴിഞ്ഞു. അപ്പൊ ഇനി നമ്മൾ അതിലേക്ക് കടക്കുകയാണ്. അതായത് വിൽ ബി ഡിസ്കസിങ് what the skill and what are the sub skills of the particular skill. So after giving the necessary orientation regarding micro teaching, the discussion about different skills and their components takes place. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഓറിയന്റേഷൻ കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ വിൽ ബി മൂവിങ് ഓൺ ടു പെർട്ടിക്കുലർ സ്കിൽസ് ആൻഡ് ഇറ്റ് സബ് സ്കിൽസ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ടീച്ചർ എഡ്യൂക്കേറ്റർ അല്ലെങ്കിൽ നമ്മുടെ സൂപ്പർവൈസർ ഷീൽ ബി ഡിസ്കസിങ് ആൻഡ് എക്സ്പ്ലെയിനിങ് ദ സൈക്കോളജിക്കൽ റാഷണലി ബിഹൈൻഡ് എ പെർട്ടിക്കുലർ സ്കിൽ അണ്ടർ യൂസ്. അത് നമ്മളിപ്പോൾ ഒരു സ്കിൽ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, അത് ഇപ്പം ഫോർ എക്സാമ്പിൾ സ്കിൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൽ 10 സബ് സ്കിൽസ് ഉണ്ട്. ആക്റ്റീവ് ലിസണിങ്, വൊക്കാബുലറി യൂസേജ്, വെർബൽ ക്യൂ, നോൺ വെർബൽ ക്യൂ, humor, fluency, pronunciation, assertiveness, emotion regulator, perfect reaction. അപ്പൊ ഇത് അടങ്ങിയിട്ടുള്ളതാണ് സ്കിൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ. ആ സ്കിൽ ഓഫ് കമ്മ്യൂണിക്കേഷനിലൂടെ എന്താണ് ആ ടീച്ചർ ക്ലാസ്സിൽ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ കുട്ടികളിലേക്ക് എത്രത്തോളം എഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളാണ് ആ സ്കിൽ ഓഫ് കമ്മ്യൂണിക്കേഷനിലൂടെ പറയുന്നത്. അപ്പം ദ ടീച്ചർ എഡ്യൂക്കേറ്റർ, അപ്പം ഈ സെക്കൻഡ് പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദ ടീച്ചർ എഡ്യൂക്കേറ്റർ വിൽ ബി ഡിസ്കസിങ് അബൌട്ട് ഈച്ച് സബ് സ്കിൽ ആൻഡ് ഇറ്റ്സ് sub skills. Now third one എന്ന് പറയുമ്പോൾ ഡിസ്കഷൻ കഴിഞ്ഞു, ഇനി നമ്മൾ പ്രസന്റേഷൻ ആണ്. പ്രസന്റേഷൻ ഓഫ് മൈക്രോ ടീച്ചിങ് മോഡൽ. അതായത് നമ്മൾ ഒരു ഓറിയന്റേഷൻ കഴിഞ്ഞു, ഡിസ്കഷൻ കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് ഇനി പ്രസന്റേഷൻ ആണ്. അതായത് ഈ നമ്മുടെ ടീച്ചർ എഡ്യൂക്കേറ്റർ ഷീൽ ബി ആക്ച്വലി ടേക്കിംഗ് എ പർട്ടിക്കുലർ സ്കിൽ ഫോർ പ്രാക്ടീസ് ആൻഡ് ഷീൽ ബി ഡൂയിങ് എ ഡെമോൺസ്ട്രേഷൻ ക്ലാസ് ഫോർ ദ ട്രെയിനി ടീച്ചേഴ്സ്. അങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്കൊരു ട്രെയിനി ടീച്ചേഴ്സിന് ഒരു ഐഡിയ കിട്ടും എങ്ങനെ ഈ സ്കില്ല് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യണം ക്ലാസ്സിൽ, അല്ലെങ്കിൽ എങ്ങനെ ഈ മൈക്രോ സ്കില്ല് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യണമെന്ന് നമുക്ക് മനസ്സിലാവും. ഈ പ്രോസസ്സിനെ മോഡലിംഗ് എന്ന് പറയുന്നുണ്ട്. ആൻഡ് ഹെർബ് മോഡൽ എക്സംപ്ലിഫൈസ് ദ യൂസ് ഓഫ് എ പർട്ടിക്കുലർ സ്കിൽ ആൻഡ് ഇറ്റ്സ് കമ്പോണൻസ്. എങ്ങനെ ആ ഒരു സ്കില്ലിനെ ഉപയോഗിക്കാമെന്നും ആ സബ് സ്കിൽസ് എങ്ങനെ കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാമെന്നും ഇന്ന ടൈമിങ്ങിൽ എങ്ങനെ അത് സെറ്റ് ആക്കാമെന്നൊക്കെ നമുക്ക് ആ ടീച്ചറിന്റെ ക്ലാസ്സിലൂടെ നമുക്ക് കുറച്ച് കറക്റ്റായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഇനി ഫോർത്ത് വൺ എന്ന് പറയുന്നത് ഒബ്സർവേഷൻ ഷെഡ്യൂൾ ആണ്. ഒബ്സർവേഷൻ ഷെഡ്യൂൾ എന്ന് പറയുന്നത് എന്താണ്? ദ ഡെമോൺസ്ട്രേഷൻ ലെസൺ ഡെലിവേർഡ് ബൈ ദ ടീച്ചർ എഡ്യൂക്കേറ്റർ ഇസ് കെയർഫുള്ളി വ്യൂഡ്, ലിസൺഡ് ആൻഡ് ഒബ്സർവ്ഡ് ബൈ ട്രെയിനീസ്. നമ്മൾ കറക്റ്റായിട്ട് ടീച്ചർ എഡ്യൂക്കേറ്റർ നമ്മൾ ക്ലാസ് എടുക്കുന്നത് നമ്മൾ കറക്റ്റായിട്ട് വ്യൂ ചെയ്യുന്നുണ്ട്, കറക്റ്റായിട്ട് ലിസൺ ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് മാഡം ക്ലാസ് എടുക്കുന്നത്, ഓരോ സ്കിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ കറക്റ്റായിട്ട് കാണുന്നുണ്ട്. അതിനുശേഷം the pupil teachers will be provided the observation schedule. അതായത് നമ്മുടെ കയ്യിൽ ഓരോ ഒബ്സർവേഷൻ ഷെഡ്യൂൾ തരും. ആ ഒബ്സർവേഷൻ ഷെഡ്യൂളിലൂടെ ഒരു സ്പെസിഫിക് സ്കില്ലിൽ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു ആ ഒബ്സർവേഷൻ ഷെഡ്യൂൾ. അപ്പം ഇന്ന ടൈമിങ്ങിൽ ഈ സബ് സ്കിൽസ് എല്ലാം പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം അപ്പം നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും ആ ഒബ്സർവേഷൻ ഷെഡ്യൂളിലൂടെ. ഓൾസോ ഈ സ്കിൽ ഹാസ് ഡിഫറെന്റ് ഒബ്സർവേഷൻ ഷെഡ്യൂൾ. നമുക്കതറിയാം, ഈ സ്കിൽ ഹാസ് ഡിഫറെന്റ് സബ് സ്കിൽസ്. So each skill will be having a different observation schedule. The next point, the observation and criticism of model lesson provide a feedback to the demonstrator. അതായത് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നതും നമ്മൾ ആ ക്രിട്ടിസൈസ് ചെയ്യുന്നതും നമ്മുടെ ഒബ്സർവേഷനും ക്രിറ്റിസിസവും എല്ലാം ആ ഡെമോൺസ്ട്രേറ്ററിന് ഒരു ഫീഡ്ബാക്ക് ആണ് ആക്ച്വലി കൊടുക്കുന്നത്. എന്തൊക്കെ മോഡിഫിക്കേഷൻസ് കൊടുക്കാമെന്നും എന്തൊക്കെ കാര്യങ്ങൾ കൊള്ളാമെന്നും അങ്ങനെയൊക്കെയുള്ള ജസ്റ്റ് ഒരു ഐഡിയ ആണ് കൊടുക്കുന്നത് ഒബ്സർവേഷൻ ഷെഡ്യൂളിൽ. ഫോർത്ത് പോയിന്റ് കഴിഞ്ഞു. ഫിഫ്ത് പോയിന്റ് is we'll be preparing our micro lesson plan. The pupil teachers prepare micro lesson plan related to specifically selected teaching skill. നമ്മൾ ഓറിയന്റേഷൻ കഴിഞ്ഞു, we discussed about different skills and its sub skills. We have seen also presentation and we have also seen a observation schedule. Now next what will we be doing? അതായത് we'll be doing a preparation of a micro lesson plan. നമ്മൾ മൈക്രോ ലെസൺ പ്ലാൻ പ്രിപ്പയർ ചെയ്യുന്നു. പീപ്പിൾ ടീച്ചേഴ്സ് ഏത് സ്കില്ലാണ് എടുത്തത് അതിനനുസരിച്ച് ഒരു മൈക്രോ ലെസൺ പ്ലാൻ പ്രിപ്പയർ ചെയ്യുന്നു. അതിനോടകം നമുക്കറിയാം 5 to 10 minutes ആണ് നമുക്ക് ഏകദേശം ടൈം കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ വിൽ ബി പ്രിഫറബിളി ചൂസിങ് 1 unit കോൺസെപ്റ്റ് ഫോർ എ മൈക്രോ ലെസൺ. നെക്സ്റ്റ് വൺ എന്ന് പറയുമ്പോൾ നമ്മൾ പ്രിപ്പറേഷൻ കഴിഞ്ഞു, അതായത് നമ്മുടെ ടീച്ചിങ് സെഷനിലോട്ടാണ്. ദ ട്രെയിനി ടീച്ചേഴ്സ് ഹാവ് പ്രിപ്പയർഡ് മൈക്രോ ലെസൺ ഇൻ എ മൈക്രോ ക്ലാസ്. പ്രിപ്പയർ ചെയ്തിട്ടുള്ള മൈക്രോ ലെസൺ നമ്മൾ മൈക്രോ ക്ലാസ്സിൽ ടീച്ച് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ദ ക്ലാസ് ഇസ് ഒബ്സർവ്ഡ് ബൈ ദ ടീച്ചർ എഡ്യൂക്കേറ്റർ, our peer group, and the observations are noted down in the observation schedule. പിന്നെ ഏകദേശം നമ്പർ ഓഫ് സ്റ്റുഡൻസ് 4 to 5 ആണ്
പിന്നെ ഡ്യൂറേഷൻ 5 to 10 നമുക്കതറിയാം. അപ്പം നമ്മൾ മൈക്രോ ലെസൺ പ്ലാൻ പ്രിപ്പയർ ചെയ്തു, ടീച്ചിങ് സെഷൻ ചെയ്തു. ടീച്ചിങ് സെഷൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി എന്താണ്, ദ ഫീഡ്ബാക്ക് സെഷൻ ആണ് വരുന്നത്. The 7th one is the feedback session. അതായത് അതിനകത്ത് the trainee teacher is provided the feedback of her performance about the lesson she delivered. അതിലൂടെ തന്നെ the observation schedule maintained by the teacher, educator and peers can serve as a good basis of the feedback. ആ ഒരു ഒബ്സർവേഷൻ ഷെഡ്യൂളിലൂടെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് നമുക്ക് കിട്ടും. എന്തൊക്കെ സബ് സ്കിൽസ് നമ്മൾ യൂസ് ചെയ്തെന്നും എന്ത് വിട്ടുപോയെന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒബ്സർവേഷൻ ഷെഡ്യൂൾ ഒബ്സർവ് ചെയ്യുന്നതിലൂടെ നമുക്ക് കറക്റ്റ് ആയിട്ടൊരു അനാലിസിസ് നടത്താൻ പറ്റും. അതുകൊണ്ട് തന്നെ ഷീ ഈസ് ഗിവൺ സജഷൻസ് ഇൻ ഓർഡർ ടു ഗെയിൻ മാസ്റ്ററി ഓവർ ദ പെർട്ടിക്കുലർ സ്കിൽ. നമ്മൾ ഈ മൈക്രോ ടീച്ചിങ് ചെയ്യുന്നതിലൂടെ ഒരു സ്കില്ലിൽ നമ്മൾ ആ പർട്ടിക്കുലർ ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ ട്രെയിനി ടീച്ചറിന് മാസ്റ്ററിയാണ് വേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒബ്സർവേഷൻ ഷെഡ്യൂളിലൂടെ കറക്റ്റ് ഫീഡ്ബാക്ക് കൊടുക്കുന്നതിലൂടെ ആ ആൾക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താം, അല്ലെങ്കിൽ ആ സ്കില്ലിൽ ആ പർട്ടിക്കുലർ സ്കില്ലിലെ ഏതൊക്കെ സബ് സ്കിൽസ് വിട്ടുപോയിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. Also, what acts of teaching are to be consolidated and what acts are to be eliminated. ഈ കാര്യങ്ങളൊക്കെ ആ ട്രെയിനി ടീച്ചറിന് മനസ്സിലാക്കാൻ പറ്റും. എന്തൊക്കെ കാര്യങ്ങൾ എലിമിനേറ്റ് ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ ടീച്ചർ ട്രെയിനിക്ക് മനസ്സിലാക്കാൻ പറ്റും. Now 8th one is replanning. നമ്മൾ ടീച്ചിങ് കഴിഞ്ഞു, മൈക്രോ ലെസൺ പ്ലാൻ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു, ടീച്ചിങ് കഴിഞ്ഞു. അപ്പം നമ്മൾ അതിന് അക്കോർഡൻസ് ആയിട്ട് ഒരു ഫീഡ്ബാക്ക് കിട്ടി. ഇനി നമ്മൾ ആ ഫീഡ്ബാക്കിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ വിൽ ബി റീപ്ലാനിങ് ആ മൈക്രോ ലെസൺ പ്ലാൻ. ഇൻ ദ ലൈറ്റ് ഓഫ് ദ ഫീഡ്ബാക്ക് ആൻഡ് ദ എഡ്യൂക്കേറ്റേഴ്സ് കമന്റ്സ്, ദ ട്രെയിനി റീപ്ലാൻസ് ദ മൈക്രോ ലെസൺ. ഇതിന്റെ ഒരു ഡ്യൂറേഷൻ 12 minutes ആയിരിക്കും. അപ്പൊ നമുക്ക് ഒരു എന്തൊക്കെ സബ് സ്കിൽ നമ്മൾ വിട്ടുപോയി, അല്ലെങ്കിൽ എന്തൊക്കെ സബ് സ്കിൽസ് ഇനി ഉൾക്കൊള്ളിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ച് ഒരു ഐഡിയ കിട്ടും ആ ഫീഡ്ബാക്കിലൂടെ. അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, വിൽ ബി റീപ്ലാനിങ് ആ മൈക്രോ ലെസൺ പ്ലാൻ. റീപ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് വിൽ ബി ഡൂയിങ്, റീടീച്ചിങ്. നമ്മൾ അടുത്തത് 9th one എന്ന് പറയുമ്പോൾ റീടീച്ചിങ് ആണ്. അപ്പം the trainee reteaches the micro lesson to a different but comparable group of people. ഒന്നെങ്കിൽ ദ സെയിം ടോപ്പിക് ആണെങ്കിൽ ഡിഫറെന്റ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആയിരിക്കും എടുക്കുന്നത്, അല്ലെങ്കിൽ ഡിഫറെന്റ് ടോപ്പിക് ആണെങ്കിൽ അതേ പീപ്പിൾ തന്നെ എടുക്കാം. ഇറ്റ് ഈസ് ആക്ച്വലി ഇൻ ഓർഡർ ടു റെഡ്യൂസ് ദ ബോർഡം വിച്ച് വിൽ ബി എന്താ ഒരു ബോർഡം കുറയ്ക്കാനായിട്ടായിരിക്കും. പിന്നെ ദ വീഡിയോ ഓഫ് ദ റീടീച്ചിങ് സെഷൻ ഇസ് റെക്കോർഡ്. ആ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതിലൂടെ ടീച്ചർ ട്രെയിനിക്കും എഡ്യൂക്കേറ്ററിനും പിയർ ഗ്രൂപ്പിനും ഒക്കെ പിന്നീടും കണ്ട് മനസ്സിലാക്കാൻ പറ്റും എന്തൊക്കെ കാര്യങ്ങൾ ഇനി മോഡിഫൈ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ നന്നായിട്ടുണ്ട് ചെയ്തത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിൽ ബി ഹാവിങ് എ വേ ഓഫ് അനാലിസിസ് ത്രൂ ദ വീഡിയോ. അതുകൊണ്ട് തന്നെ വീഡിയോ നമ്മൾ റെക്കോർഡ് ചെയ്യുക. The next point, the trainee teacher teaches the class with renewed courage and confidence to perform better than the previous attempt. നമ്മളൊരു അറ്റംപ്റ്റ് കഴിഞ്ഞു, അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഐഡിയ, ഏകദേശം ഒരു ഓവറോൾ ഐഡിയ കിട്ടി എന്താണ് ഇനി നെക്സ്റ്റ് ചെയ്യേണ്ടത്, അടുത്തതിൽ എന്തൊക്കെ ഉൾക്കൊള്ളിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് നമുക്കൊരു ഐഡിയ കിട്ടി. അതുകൊണ്ട് തന്നെ ആ റീടീച്ചിങ് സമയത്ത് നമ്മൾ വിൽ ബി ഹാവിങ് എ റിന്യൂഡ് കറേജ് ആൻഡ് കോൺഫിഡൻസ്. നമുക്കൊരു കറേജും കോൺഫിഡൻസും കിട്ടും. കാരണം ഒരു അറ്റംപ്റ്റ് കഴിഞ്ഞു, അപ്പം നമ്മൾ ഇച്ചിരി ഒരു പ്രാക്ടീസ് ആയി. അതുകൊണ്ട് തന്നെ അങ്ങനെ റീടീച്ചിങ്ങിലൂടെ നമ്മളൊരു വേറൊരു വേർഷൻ നമുക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റും. ഇനി 10th one എന്ന് പറഞ്ഞാൽ ഫീഡ്ബാക്ക്. വീണ്ടും നമുക്ക് നമ്മൾ റീടീച്ചിങ്ങിനോടനുബന്ധിച്ച് നമുക്ക് ഫീഡ്ബാക്ക് വേണം. അപ്പം it is actually the most important component which helps in the behavior modification of teacher trainee in the desired direction in each and every teaching skill practice. അതായത് ഒരു ടീച്ചിങ് സ്കിൽ പ്രാക്ടീസിൽ നമ്മൾ ടീച്ച് ചെയ്തു, അപ്പോഴത്തേക്ക് നമുക്കൊരു ഫീഡ്ബാക്ക് കിട്ടി. ആ ഫീഡ്ബാക്കിൽ നമ്മൾ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തി അത് നമ്മൾ റീടീച്ചിങ്ങിലൂടെ കാണിച്ചു, പ്രസന്റ് ചെയ്തു. ആ പ്രസന്റ് ചെയ്തതിൽ നമുക്ക് പ്രസന്റ് ചെയ്തതിന് നമുക്കൊരു ഫീഡ്ബാക്ക് വീണ്ടും കിട്ടണം. അപ്പൊ അതാണ് റീഡ് ഫീഡ്ബാക്ക്. അപ്പൊ അതിലൂടെ നമ്മൾ എത്രത്തോളം ഇമ്പ്രൂവ് ആയെന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അത് സമയം എത്രത്തോളം ഇമ്പ്രൂവ് ആയെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതേസമയം എത്രത്തോളം ബിഹേവിയറിൽ മോഡിഫിക്കേഷൻ ഉണ്ടായി. അതായത് ഇപ്പം ഒരു ടീച്ചർ ആദ്യം ഭയങ്കര എനർജറ്റിക് ആയിരുന്നു, ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഭയങ്കര അധികം എനർജറ്റിക് ആയിരുന്നു, ഭയങ്കര റെസ്ലെസ് ആയിട്ടുള്ള ബിഹേവിയർ ആയിരുന്നെങ്കിൽ ദ ടീച്ചർ എഡ്യൂക്കേറ്റർ വിൽ ബി സെയിങ് ദാറ്റ് ഇച്ചിരി നമ്മൾ മോഡിഫിക്കേഷൻസ് ബിഹേവിയറിൽ വരുത്തണം, ഇങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്യരുതെന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ ആ ഒരു ട്രാക്കിലേക്ക് കയറും. വിൽ ബി റീമോൾഡഡ് ഇൻ ടു അനദർ ബിഹേവിയർ ഇൻ വിച്ച് വി ഷുഡ് ബി പ്രസന്റിങ് ഇൻ എ ക്ലാസ്. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ മൈക്രോ ടീച്ചിങ് സൈക്കിൾ ആണ്. മൈക്രോ ടീച്ചിങ് സൈക്കിൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, മൈക്രോ ടീച്ചിങ്ങിന്റെ സ്റ്റെപ്സ് പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ മൈക്രോ ടീച്ചിങ് സൈക്കിൾ കാണുമ്പോൾ നമ്മൾ ആദ്യം പ്ലാൻ ചെയ്യുന്നു, ദെൻ വിൽ ടീച്ച്,
then we'll be getting a feedback. പിന്നെ നമ്മൾ അതിനനുസരിച്ച് നമ്മൾ റീപ്ലാൻ ചെയ്യുന്നു, റീടീച്ച് ചെയ്യുന്നു, ഫീഡ്ബാക്ക്. അപ്പൊ ഞാൻ ഒന്നുകൂടെ പറയാം. അതായത് സ്റ്റെപ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഓറിയന്റേഷൻ ആണ്. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഡിസ്കഷൻ ആൻഡ് സെലക്ഷൻ ഓഫ് ദ ടീച്ചിങ് സ്കിൽ. അത് കഴിഞ്ഞിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ടീച്ചർ എഡ്യൂക്കേറ്റർ നമുക്ക് പ്രസന്റ് ചെയ്ത് തരുന്നു എങ്ങനെയാണ് കാര്യങ്ങൾ, എങ്ങനെയാണ് ഒരു സ്കില്ല് പ്രസന്റ് ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് ആ സബ് സ്കിൽസ് ഒക്കെ ഇൻകോപ്പറേറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ ഒരു ഐഡിയ തരുന്നു. അത് കഴിഞ്ഞിട്ട് ഒബ്സർവേഷൻ ഷെഡ്യൂൾ ആണ് ഫോർത്ത് വൺ. ഫിഫ്ത്ത് വൺ എന്ന് പറഞ്ഞാൽ പ്രസന്റേഷൻ, പ്രിപ്പറേഷൻ ഓഫ് ദ മൈക്രോ ലെസൺ പ്ലാൻ. നമ്മൾ കിട്ടിയ ആ ഓറിയന്റേഷനും ഡിസ്കഷനും എല്ലാത്തിന്റെ ബേസിസിൽ നമ്മൾ ഒരു മൈക്രോ ലെസൺ പ്ലാൻ പ്രിപ്പയർ ചെയ്യുന്നു. ആ പ്രിപ്പയർ ചെയ്ത മൈക്രോ ലെസൺ പ്ലാൻ നമ്മൾ എന്ത് ചെയ്യണം, ടീച്ചിങ് സെഷനിൽ എടുക്കുന്നു. ടീച്ചിങ് സെഷനിൽ എടുത്തു കഴിയുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും, നമുക്കൊരു ഫീഡ്ബാക്ക് എല്ലാവരും തരുന്നു. അത് ടീച്ചർ എഡ്യൂക്കേറ്ററും ഒബ്സർവ് ചെയ്തിട്ടുള്ള പിയർ ഗ്രൂപ്പും നമുക്കൊരു ഫീഡ്ബാക്ക് തരുന്നു. എന്തൊക്കെ കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ എലിമിനേറ്റ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊരു ഫീഡ്ബാക്ക് തരുന്നു. അതിനോടനുബന്ധിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, വിൽ ബി റീപ്ലാനിങ് ആ മൈക്രോ ലെസൺ പ്ലാൻ, then we'll be reteaching it and we'll be getting a re-feedback about the reteaching we have done earlier. So these are the topics I would like to discuss. Thank you and have a nice day. Okay, now you can ask doubts to Ansi. Ansi, can you on your video? Yeah. Do any one of you have any doubts? So what are the three types of evaluation that can be really possible in micro teaching? We already discussed there. അതായത് എങ്ങനെ ബിഹേവിയറിൽ വ്യത്യാസം വരുത്തുന്നു, അതായത് എന്താണ് Three types of evaluation. Three types. 3 ടൈപ്പിലെ ഇവാലുവേഷൻ അതിൽ നടക്കുന്നുണ്ട്. അത് ഏതൊക്കെ ടൈപ്പ് ആണ്? Already you discussed, പറഞ്ഞത് already. Self evaluation is there. സെൽഫ് ഇവാലുവേഷൻ ഉണ്ട്. പിന്നെ ബാക്കി പിയർ ഗ്രൂപ്പിന്റെ ഒരു ഇവാലുവേഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് ടീച്ചർ എഡ്യൂക്കേറ്റർ അല്ലേ? ടീച്ചർ ടീച്ചർ സെൽഫ് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്നു. പിന്നെ പിയർ ഗ്രൂപ്പ് ടീച്ചർ നടക്കുന്ന ഒരു ട്രെയിനിങ് ടെക്നിക്കാണ് മൈക്രോ സെൽഫ് ഇവാലുവേഷൻ, ടീച്ചർ എഡ്യൂക്കേറ്റർ. ആൻഡ് ദ ഇവാലുവേഷൻ കൃത്യമാണെന്ന് പറയാൻ കാരണം ഇറ്റ്സ് ഒബ്ജക്റ്റീവ് ഇൻ നേച്ചർ. കാരണം എന്താണ്? അതായത് ആ കറക്റ്റ് ആയിട്ടുള്ള ഒബ്സർവേഷൻ ഷെഡ്യൂൾ അനുസരിച്ചാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ, ഓരോ സ്കില്ലും ഓരോ സബ് സ്കില്ലും എല്ലാം ഫോളോ ചെയ്യുന്നുണ്ടോന്ന് ഇന്ന ടൈം ഇന്റർവെല്ലിൽ നമ്മൾ നോക്കുന്നുണ്ട്. അപ്പം ഒരു ടീച്ചർ ട്രെയിനി എന്തൊക്കെ കാര്യങ്ങൾ ഇപ്പൊ ഒരു സെക്കൻഡ് അല്ല, നമ്മൾ 5 മിനിറ്റ്സിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് സർട്ടൺ ഇന്റർവെൽസ് ആയിട്ട്. അപ്പം അങ്ങനെയുള്ള സമയത്ത് ആ ടീച്ചർ ട്രെയിനി എന്തൊക്കെ കാര്യങ്ങൾ, അതായത് ഇപ്പം ആക്റ്റീവ് ലിസണിങ്ങിന് ആ ടീച്ചർ എങ്ങനെയൊക്കെ ലിസൺ ചെയ്യുന്നുണ്ട്, അതായത് വൊക്കാബുലറി യൂസേജ് ഇന്ന സമയത്ത് ഇന്ന വൊക്കാബുലറി കറക്റ്റായിട്ട് ഉപയോഗിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ വെർബൽ ക്യൂസ്, നോൺ വെർബൽ ക്യൂസ്, ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. Okay. Any other doubts from Priya? We don't have time, please. ഹലോ ഹലോ കേൾക്കാമോ? കേൾക്കാം. ചേച്ചി, ഈ മൈക്രോ ടീച്ചിങ്ങിന്റെ ലിമിറ്റേഷൻസ് എന്തെങ്കിലും ഉണ്ടോ? അതൊന്ന് പറയാമോ? ഉണ്ട്. ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ഒരു ട്രെയിനി ആയിരിക്കും ഒരു സമയത്ത് ട്രെയിൻ ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു ടൈം കൺസ്യൂമിങ് പ്രോസസ്സാണ്. അതായത് നമ്മളിപ്പോ ഒരു 5 to 10 മിനിറ്റ്സ് ആയിരിക്കുമല്ലോ നമ്മൾ ടീച്ച് ചെയ്യുന്നത്. ആ ടീച്ച് ചെയ്യുന്നതിലല്ലാതെ തന്നെ നമ്മൾ അതിന് മുമ്പേ ഒരു പ്ലാനിങ്, കുറച്ച് കാര്യങ്ങളൊക്കെ എടുക്കും. അപ്പം ഏകദേശം ഒരു ഹാഫ് ആൻ അവർ എങ്കിലും ഒരു ടീച്ചറിന് പോകുമല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ടൈം കൺസ്യൂമിങ് പ്രോസസ്സാണ്. ഒരു ടീച്ചർ ട്രെയിനിയെ ഒരു സമയത്ത് ട്രെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതേസമയം തന്നെ ഫ്രാഗ്മെന്റഡ് വ്യൂ ഓഫ് ടീച്ചിങ് ആണ്. അതായത് ഇപ്പൊ നമ്മൾ നാളെ കാലത്ത് ഒരു 45 മിനിറ്റ് ക്ലാസ് ആയിരിക്കുമല്ലോ എടുക്കാൻ പോകുന്നത്. അപ്പം എന്താണ്, ഈ ഒരു സ്കില്ല് മാത്രമേ നമ്മൾ കുറച്ച് പ്രാക്ടീസ് ചെയ്യുന്നുള്ളൂ. പക്ഷെ നമ്മൾ ആ ഒരു 45 മിനിറ്റ് ക്ലാസ്സിൽ കുറെ അധികം സ്കിൽസ് ആണ് നമ്മൾ പ്രസന്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ മൈക്രോ ടീച്ചിങ്ങിൽ നമുക്കൊരു ഫ്രാഗ്മെന്റഡ് വ്യൂ ഓഫ് ടീച്ചിങ് ആണ് കാണപ്പെടുന്നത്. ഇത്രയാണ്. കുറച്ച് ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പം ഇത്രയാണ് എനിക്ക് അറിയാവുന്ന ഡിസഡ്വാൻറ്റേജസ്.
മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, മനസ്സിലായി. Okay, so hereby we are ending the session. Thank you for all. We will continue the session of skills relating to micro teaching in the next session.